തീ ഒന്ന് വേഗത കുറയ്ക്കും. ആ ഇനി നീങ്ങട്ടെ, കുറച്ച് നീങ്ങട്ടെ. നീങ്ങിയില്ലെങ്കിൽ അടുത്ത വണ്ടി വരും. പോട്ടെ, ആ വണ്ടിയെ നോക്കിയിരിക്കരുത്. നമുക്ക് പോകാനുള്ള സ്പേസ് ആയില്ലേ. പോട്ടെ, പതിയെ വേഗത കൊടുക്കും. വേഗത കൊടുത്തില്ലെങ്കിൽ മാത്രമാണ് പുറകിൽ നിന്ന് ഹോൺ അടിക്കുന്നത്. നമ്മുടെ സൈഡ് നോക്കി തിരിഞ്ഞു, നമ്മുടെ സൈഡ്. പോട്ടെ, സൈഡ് നോക്കും. നമ്മുടെ ഹോൺ അടിക്കുന്നവർ അവിടെ അങ്ങനെ അടിച്ചുകൊണ്ടിരുന്നോളൂ. നമുക്ക് സൈഡ് കൊടുക്കുക, അവർ കയറി പോയിക്കോളും. ഓക്കെയാണോ? പോട്ടെ, നമുക്ക് സൈഡ് ഉണ്ടോ നോക്കി ഇത്തിരി ഒതുങ്ങി കൊടുത്തേ. മതി. വീണ്ടും പോട്ടെ, പൊയ്ക്കോ 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 പൊയ്ക്കോ. അതിനും സ്ലോ ചെയ്തേ, സ്ലോ ചെയ്തേ, സ്ലോ. അതിന് പോട്ടെ, പോട്ടെ. ആ ലോറി കണ്ടിട്ട് അതേ തന്നെ ഇപ്പൊ ആ കാറിലല്ലേ നോക്കിയിരിക്കുന്നത്. കണ്ട കണ്ട, ആ വണ്ടി എണ്ണിക്കൊണ്ടിരിക്കുക. നമുക്ക് അതിൻ്റെ ഒന്നും എണ്ണ ഒന്നും അറിയേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ സൈഡ് നോക്കി നോക്കി ഓടിച്ചോണ്ടിരിക്കും. മാഡം പുറകിലുള്ള വണ്ടികളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാ? ഇത് നോക്ക, അയാളുടെ വഴിക്ക് പോയില്ലേ. പോട്ടെ. മാഡം മാത്സ് ആണ് എടുത്തത് കുട്ടികൾക്ക്? കണക്കൂട്ടൽ കേട്ടിട്ടാണ് പുറകിലെ വണ്ടി എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതാ ചോദിച്ചത്. സയന്റിഫിക് ആയിട്ടുള്ള അകലം കണക്കൂട്ടുകായിരിക്കും അല്ലേ. 30 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന വണ്ടി 20 കിലോമീറ്റർ ഉള്ള വണ്ടിയെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയം അല്ല, മൂവ്മെന്റ് ഉണ്ടല്ലോ ഇതിനകത്ത്. എതിരെ വരുന്ന വണ്ടി വരാത്ത സമയം നോക്കി നിൽക്കുകയാണെങ്കിൽ ഹർത്താൽ വരണം കേട്ടാ. ആ ഇല്ല, അതാണ് പ്രശ്നം. ഇതെന്ത് ചെയ്യും? എതിരെ വണ്ടികൾ വന്നുകൊണ്ടിരുന്നോട്ടെ, മാഡത്തിന് പോകാനുള്ള സ്ഥലമുണ്ടോ അത് മാത്രമായിരിക്കണം നോക്കേണ്ടത്. സ്ഥലം ഉണ്ടെങ്കിൽ പോകണം മുന്നോട്ട്. സ്ഥലമില്ലാന്ന് തോന്നിയാൽ വേഗത കുറച്ചുകൊണ്ടിരിക്കണം. സ്ഥലമുണ്ടോ അപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ വണ്ടി. അനാവശ്യമായിട്ട് അവരുടെ സ്ഥലത്തോട്ട് നമ്മൾ കയറി ചെല്ലാതിരുന്നാൽ മതി. ഇങ്ങോട്ട് വരുമ്പോ മേഡം ഒറ്റക്ക് ഓടിക്കണ്ടേ? ഞങ്ങള് പുറകെ കിടന്ന് ഉറങ്ങും. അതും കൂടെ ആലോചിച്ചോണം. അല്ല പേടിപ്പിക്കാനും നോക്കല്ലേ, അല്ലേ? അങ്ങനൊന്നും പേടിപ്പിക്കാൻ നോക്കല്ല. തീയിലാണ്, തീയിൽ കുരുത്തതാ അല്ലേ. വെയിലത്തൊന്നും പാടില്ല. നൂറ്റിക്കണക്കിന് പിള്ളേരെ കയ്യിലിട്ട് അല്ലേ വിറപ്പിച്ച് 2500 കേട്ടോ. പതിയെ വേഗത കുറച്ച് കൊടുക്കണം. വേഗത കുറയ്ക്കും. എനിക്ക് വീഗാലാൻഡ് ഒന്ന് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞു. പോട്ടെ, ഇനി അവരെ നോക്കിയിരിക്കാതെ. അതെ, നമ്മുടെ സ്ഥലം എവിടെയാ? നമ്മുടെ സൈഡ്. ആ അങ്ങനെ തന്നെ തിരിയാവുള്ളൂ. എന്നെ ഇങ്ങോട്ട് നേരെ അത് മനസ്സിലായില്ല മേഡത്തിന്? വീഗാലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ? ആ മേലെ കയറിയിട്ട് ഒരു ചാട്ടം ചാടത്തില്ല. അതിപ്പോ എവിടെ എനിക്കിപ്പോ ചെയ്തു തന്നല്ലോ. ഇനി എന്തിനാ വീഗാലാൻഡ് പോണത്? പക്ഷെ ആദ്യമായിട്ടാണല്ലോ ഇത്ര ഫ്രൂട്ട്സ് ഉള്ള ഒരു വണ്ടി കിട്ടുന്നത്. ശരിക്കും സഞ്ചരിക്കുന്ന അല്ല, ഇത് ഭക്ഷണശാല, മൊബൈൽ ഉണക്കനെല്ലിക്ക, ഡ്രൈ ഫ്രൂട്ട്സ്. ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ആ തന്നത്, കാഷ്യൂ. പിന്നെ അതുകൂടാതെ മിഠായിസ്. ഇനി ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ഓറഞ്ച്, ആപ്പിള്. സാരമില്ല, ഞങ്ങൾ അവിടുന്ന് വണ്ടി നിറച്ചാക്കിട്ട് കൊണ്ടുപോയിക്കോളാം. ഇത് വേണ്ട, ഞാൻ ഞങ്ങൾ ഇന്ന് ഡ്രൈവിംഗ് ക്ലാസ്സിന് വന്നതാ മേഡമായിട്ട്. മേഡം വണ്ടി ഓടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കഴിക്കാൻ എന്തിനാ? തീർന്നു. അത് തീർന്നു. എന്ത് വരുന്നത്? ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെന്തു ഉള്ളത്? ഒന്ന് കാണിച്ചേ. കാഷ്നട്ട്. അത് തീരാറായി. അടുത്ത് നോക്കിയ ഫ്രൂട്ട്സ് ഉണ്ട്, ബിസ്ക്കറ്റ്, മിഠായി. ഇതെല്ലാം
ഞങ്ങൾക്ക് മേഡം മേടിച്ച് തന്നിരിക്കുന്നത്. ഇതിനകത്തുണ്ട്, ഉണ്ടയുണ്ട്. ഞാൻ കാണിച്ചിട്ടേ, ഒരു സെക്കൻഡ്. രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരു ടൈപ്പ് തീരാറായി. കാരണം അതിന് എനിക്ക് മധുരത്തിനോട് ഒട്ടും ഇഷ്ടമില്ല. ഇത് വേണ്ട, അതാ പറഞ്ഞോ തീരാറായിന്ന്. ആണോ? ഈ ഉണ്ടയാണ് ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് യാത്ര ചെയ്യുമല്ലേ ഇന്ന് ഫുഡ് കഴിക്കും ഞങ്ങള്. പിന്നെ ചോറ് കൊളസ്ട്രോൾ ഇല്ലാത്ത അറിവൊന്നും ഇല്ല. ടാബ്ലറ്റ് കൊടുത്താൽ പുള്ളി അതും തിന്നുകളയും ചുമ്മാ. ഒരു കോഫി മേക്കറും കൂടെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിലുണ്ട്. സൂപ്പർ സൂപ്പർ. വേറെ ഒന്നും വേണ്ട. സഞ്ചരിക്കുന്ന ഭക്ഷണശാല. പിന്നെ കോഫി മേക്കറൊക്കെ വെക്കാൻ പറ്റുമോ? ഇനി ഒരെണ്ണം ഫിറ്റ് ചെയ്യണല്ലോ. ബ്രേക്കിൽ വേണേ, ഇറക്കം വേണേ. നമ്മൾ ഇത്രയും നാളും ക്ലാസ്സിന് പോയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല അല്ലേ ശംഭു? അങ്ങനെ കഴിച്ചിട്ടുണ്ടോ? നമ്മൾ നിർത്തി നിർത്തി കഴിച്ചിട്ടുണ്ട്. പക്ഷെ നിർത്തി ഓരോ കടകളിൽ കയറി കഴിച്ചത്. ഇത് സഞ്ചരിക്കുന്ന മനസ്സിൽ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കുക. അയാൾ പൊക്കോട്ടെ, അവിടെ നിൽക്കട്ടെ. ഇത് സഞ്ചരിക്കുന്ന ഭക്ഷണശാലയാ. കാരണം ഇത് വേണ്ട വേണ്ട വേണ്ട. ആ ലോറി മാഡത്തിന്റെ മനസ്സിൽ കിടന്നോണ്ടാ. ഇനി പോട്ടെ പോട്ടെ. ഇത് തീർന്നിട്ട് വേണം അടുത്ത മേടിക്കാനെന്നാ പറഞ്ഞത്. ആണല്ലോ. ഡിക്കിയിൽ നമുക്ക് സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകുമ്പം നമ്മുടെ വണ്ടിക്കകത്തില്ല, ചാക്കിരിപ്പുണ്ടല്ലോ. ആ കാഷ് നെറ്റെല്ലാം അതിനകത്ത് കയറ്റണ്ടോ? ആണല്ലോ. മിക്കവാറും രണ്ടാശാന്മാര് ഭക്ഷണം കഴിച്ച് മരിച്ചെന്നായിരിക്കും കേൾക്കുന്ന വാർത്ത. ആളാ ഭക്ഷണം കഴിച്ച് മരിച്ചെന്ന് പറയും. കാരണം ഇതിനും മാത്രം ഭക്ഷണം കിട്ടുന്നതാണ് ഓർത്ത്. സത്യമായിട്ട് അങ്ങനെ രാവിലെ ആള് കാപ്പ് പോലും കുടിക്കാൻ കോമഡി അതല്ല. നമ്മള് വന്നോടനെ മേഡം ചോദിച്ചേ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് വിളിച്ചില്ലേ നമ്മളെ. ദോശയുണ്ട്, അപ്പമുണ്ട്. അപ്പൊ നമ്മള് പറഞ്ഞില്ലേ വേണ്ട വേണ്ട മേഡം. അപ്പൊ മേഡം മനസ്സിൽ വിചാരിച്ച ഇവന്മാര് ഭക്ഷണം ഒന്നും കഴിക്കാതെ വെക്കുവാ. പക്ഷെ വണ്ടി കയറി കഴിയുമ്പോ വിധം മാറിയാ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞ ചായ വരെ. അല്ല മേഡം വിളിച്ചോണ്ടേ പറഞ്ഞത് എന്തുകൊണ്ട് ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വന്ന് കഴിക്കാന്ന്. പക്ഷെ അതിനു മുമ്പേ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞായിരുന്നു. ഞങ്ങള് ഇപ്പൊ പഠിപ്പിക്കാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നല്ല, കഴിച്ചിട്ടുണ്ട്. എല്ലാ കടകളിൽ നിന്നും നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുണ്ട്. പോകുന്ന ക്ലൈന്റ് തന്നെയാണ് മേടിക്കുന്നത് കൂടുതലും. പക്ഷെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഭക്ഷണശാല നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല. റൈറ്റ് നോക്കണേ, വണ്ടി ഉണ്ടോ മേഡം. മിററിൽ നോക്ക്. ഇതിപ്പോ ഏത് സ്ഥലമാണ് ശംഭു? ഇത് പറ ഏത് സ്ഥലം? ഞങ്ങളല്ല കൊണ്ടുവന്നത്. ഞങ്ങളിപ്പോ കാക്കനാട് അടുത്തെത്തിയല്ല. നമ്മളെവിടെ പോവാ? എവിടെയാ പോകുന്നത് നമ്മള്? ചേർത്തല ആലപ്പുഴയാ? ആലപ്പുഴ. ചേർത്തല നമ്മൾ എന്തിനാ പോകുന്ന ആദ്യം? ചേർത്തല ഫുഡ് കഴിക്കണം. മീന് ഇതിപ്പോ ഈ നാളെ ഈ ഫുഡ് കിട്ടിയില്ല നമ്മൾ വഴക്കിടുവാന്നോ പേടി? അവൻ കഴിക്കാം, എല്ലാം കഴിക്കാം. പല്ല് പോയി. ആ കാഷ്നറ്റിന്റെ പാത്രം കാണിച്ചുതരാം. ഇങ്ങനെ ഒരു 1/2 കിലോ കാഷ്നറ്റ് കൊണ്ടുവന്നു. ഇതാരാ കഴിച്ചു പറയുന്നതിന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോ കാക്കനാടാണ് കേട്ടാ. ഭയങ്കര കോമഡിയാ. എന്തായാലും നമ്മള് ഊബർ വിളിച്ചു വന്നതുപോലെ പോയി. കൊച്ചിയിലും ഉണ്ട് അലുവ. കണ്ടിട്ട് കൈ അടങ്ങിയിരിക്കുന്നില്ല. കൽക്കണ്ണം തീരാറായി കേട്ടാ, മേടിക്കണം നമുക്ക്. മറ്റേ സിനിമയൊക്കെയാന്ന് പറയുന്നത് ബിജുമോനും പറയത്തില്ല, ദിലീപിനോട്. അതെ, കപ്പലിന്റെ തീർന്നു. കപ്പലിന്റെ തീർന്നു. കൽക്കണ്ണം തീരാറായി. പിന്നെ ഇച്ചിരി കൂടെ ഉള്ളു.
ആകുമോ? കിടന്നൊന്നും കുഴപ്പമില്ല. മിഠായി, നാരങ്ങ മിഠായി അതൊരെണ്ണം മതി. തരാം 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 ഒന്നല്ല 50 മതി. ഒരെണ്ണം മതി. തരാം തരാം ഞാൻ തരാം. അത് സ്ഥിരം ഞങ്ങളുടെ വണ്ടിയെ കാണുന്നത്. നാരങ്ങ ഉണ്ടായി. നമുക്ക് തീരുമ്പോ അടുത്ത് മേടിക്കാലോ, കുഴപ്പമില്ലെന്നേ. മേഡത്തിന് ഞങ്ങളെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങളെ പണ്ടേ കണ്ടുമുട്ടുന്നതായിരുന്നു. ആണല്ലോ. അതാണോ? അതൊരു ഗ്യാസ് എന്താ കൊല്ലാനാണോ വളർത്താനാണോ ഞങ്ങളാ? അന്ന് ഞാൻ പണ്ടേ ടൗണിലേക്ക് വണ്ടി ഓടിച്ചാലോ? ഇത് എറണാകുളത്തിന്റെ സ്ലോ ചെയ്യാ സ്ലോ ചെയ്തു പോവാം. സ്ലോ സ്ലോ പോട്ടെ 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 മാഡം പോട്ടെ മാഡം പോട്ടെ പോട്ടെ പോട്ടെ. അവന് നോക്കിയിരിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൺഫ്യൂഷൻ ആകുന്നത്. അയാൾ മുന്നോട്ട് എടുക്കും, അപ്പൊ മാഡം മുന്നോട്ട് എടുക്കും, കൂട്ടിയിരിക്കും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ബസ് ആ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ. സ്ലോ ചെയ്യും. ഇത് ഒരാളൊരു വണ്ടിയും കൊണ്ടുവന്നെ. ആ പോട്ടെ. അല്ലെങ്കിൽ അവനോട് കുക്കോളം പറയും. മേഡം. ഇവരെന്തും മര്യാദക്കാരിയാണ്. മേഡം നമ്മളെ പറ്റി 2 വാക്ക് പുകഴ്ത്തി പറഞ്ഞു. വീഡിയോ വിളിക്കായിരിക്കും. പറ, പുകഴ്ത്തി പറ. പേരോർക്കട്ടെ കേട്ടോ. സുനീർ. സനീർ. പതിയെ പതിയെ ബ്രേക്കിലോ പയ്യെ നിർത്തി കൊടുക്കും. ആ വീഡിയോ ഓഫ് ചെയ്യും. ഞാൻ പേരൊക്കെ ഓർമ്മിച്ചെടുക്കട്ടെ. വീഡിയോ എടുക്കുന്നില്ല. പോട്ടെ വഴി എനിക്ക് രണ്ടും കൂടെ പറ്റില്ല. പതിയെ പോട്ടെ. തിരക്കില്ലാത്തടത്ത് വെച്ച് പിടിക്കാന്നേ. ഓക്കെ ഓക്കെ. പോട്ടെ നേരെ എനിക്ക് കൺഫ്യൂഷൻ ആവില്ലേ. ഇല്ല. ഒന്നുകൂടെ പറഞ്ഞ ഞാൻ സ്വപ്നത്തിൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിങ്ങള് രണ്ടുപേരും കൂടെ എന്നെ അതിന് പ്രാപ്തനാക്കി. അങ്ങനല്ല, പ്രാപ്തിയാക്കി. പ്രാപ്തിയാക്കി. പതുക്കെ പതുക്കെ, ആവേശം വേണ്ട, ആവേശം വേണ്ട, പതുക്കെ മതി. പ്രാപ്തിയാക്കി. കൊള്ളാം. ഇതെല്ലാം ഇതിന്റെ അപ്പുറം നമ്മള് ചാടിക്കിടക്കും. KK ജോസഫ്. ഞാൻ ഉറങ്ങിയാണ്. ഞാനും പതുക്കെ പതുക്കെ. നന്ദി. ഇതിലേക്ക് ഓടിക്കാൻ സാധിച്ചതില്ല. ഞാൻ എന്തൊരു നാളെ ആഗ്രഹിക്കണമെന്ന് അറിയട്ടോ. അവിടെ ഒന്ന് കേറാൻ ആണല്ലോ. എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. ഇത് നമ്മുടെ പിന്നെ എവിടുന്ന് വന്നെയാണ്? പത്തനംതിട്ട മറ്റേ ആ കുട്ടി റോഷന വന്ന് ഇതേപോലെ പറഞ്ഞു, എനിക്ക് ബൈക്ക് ഓടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പാലായിന്നല്ല, പാലായിന്ന് വന്നിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നെ ആരും ഓടിപ്പിച്ചില്ല. നമ്മളെ കുറിച്ച് എന്തായിരിക്കും മേഡം പറയുന്നത്? അന്ന് ബൈക്ക് ഉണ്ടായില്ല. കാറ് ബൈക്ക് വിറ്റായിരുന്നു. മേഡം നമ്മളെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? അയ്യോ നിങ്ങള് രണ്ട് പൊന്നും തങ്കക്കുടങ്ങള് ഇത്ര സ്നേഹമായിട്ട് ക്ലയന്റിനോട് പെരുമാറുന്നു, എല്ലാം പറഞ്ഞു തരുന്നു, വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നു, വളരെ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇത് റൈഹാൻ സ്കൂളിനൊരു മുതൽക്കൂട്ടാണ് നിങ്ങൾ രണ്ടുപേരും. നമ്മളിങ്ങനെ ആട്ടരുത് കേട്ടോ സ്റ്റിയറിങ്. വണ്ടി കിടന്നിങ്ങനെ ഡയലോഗ് പറയാൻ വേണ്ടി നമ്മുടെ സൈഡ് നോക്കി. നിങ്ങളെ പോലെ രണ്ടുപേരും സിഗ്നൽ റെഡ് ആണ്. ഇവിടെ വേണ്ട, അതിന്റെ പുറകെ നിർത്തിയാ മതി. പതിയെ നിക്കട്ടെ. ആശാൻ രക്ഷപ്പെട്ടു. നിങ്ങളുടെ ഓണർ രക്ഷപ്പെട്ടു. സിഗ്നൽ ഓപ്പൺ. ഇതൊന്നും വീഡിയോയിൽ വരുത്തില്ല മേഡം. ഇങ്ങനെയല്ലേ മറ്റേ നല്ല കാര്യം. മേഡം എപ്പോ വന്നു ചോദിച്ചായി. പിന്നെ എനിക്ക് അരൂർ പാലത്തിൽ പോവാൻ പറ്റുന്ന ജീവിതത്തിൽ ഓർത്തില്ല. ഞങ്ങളുടെ രണ്ടുപേരും പേരെന്തോ? സനീർ, ശംഭു. മേഡം എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. സ്കൂള് ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, ബയോളജി. റിട്ടയർഡ് ഫ്രം സർവീസ്. ഇപ്പോൾ പെൻഷൻ ഉണ്ട്, സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റൈഹാന്റെ വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പൊ ആഗ്രഹം ഒന്ന് പൊടി തട്ടി എടുത്ത്. അതെ അതെ അതെ. പ്രതീക്ഷിച്ച ആലപ്പുഴ വരാൻ പറ്റും? ഞാനിപ്പോ 1 മാസം ആയുള്ളൂ നിങ്ങളുടെ വീഡിയോ കാണാൻ. 1 മാസം ആയില്ലെന്ന് എനിക്ക് തോന്നുന്നു, 3 മാസം ആയുള്ളൂ. അപ്പൊ കണ്ടു വന്നപ്പോ എനിക്ക് നിങ്ങളെ ഒന്ന് വിളിച്ചൊന്ന് അറേഞ്ച് ചെയ്യാന്നിട്ട് വല്ലാത്ത വിഷമം.
പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു എവിടെയെങ്കിലും പോയി പഠിക്കുക, ആ, ആ. കുറെ നാളായിട്ട് ആഗ്രഹിച്ച് നടക്കുമല്ലേ എന്ന് പറഞ്ഞു. ഇതിലെ പോയാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇതേപോലെ ഒരു ക്ലൈന്റിനെ കിട്ടുന്ന ആദ്യമായിട്ടാ അല്ലേ അമ്മ? കാരണം ഫുഡ് കഴിച്ച് ഞങ്ങള് വയറ് പൊട്ടി. കാരണം ഞങ്ങളെ വിളിക്കുമ്പോ തന്നെ പറയുന്നത് നിങ്ങൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് ക്ലാസ് തുടങ്ങിയാൽ മതി എന്താ പറയുന്നത്. പിന്നെ വണ്ടിക്കകത്ത് നിറച്ചും ഫുഡ്. പ്രതീക്ഷിച്ചു കേട്ടോ. ഇപ്പൊ അതെല്ലാം കളയൂ ഇനി അവിടെ ഇരിക്കുന്നത്. ഇല്ല അത് ഞങ്ങള് പൊതിഞ്ഞെടുത്തോളാം. 2-3 പ്രാവശ്യം പറഞ്ഞു പൊതിഞ്ഞു കൊണ്ടുപോകും. മുട്ടയാണെങ്കിൽ 8 മറ്റേ കറി. എന്റെ പൊന്നെ, ഇതെന്താ ഞങ്ങളെ കൊല്ലാനാണോ മേഡം ഫുഡ് കഴിപ്പിച്ച്? സൈഡ് കൊടുത്താ മേഡം ബസ്സിന് വേണ്ടി. അത്രയും വേണ്ട, സ്ലോ ചെയ്യും. ഇച്ചിരി കൂടിപ്പോയോ ഡൗട്ടുണ്ട്. ഒരൊറ്റ വീഴ്ചയായിരുന്നു മേഡത്തിന് നേരെ. ഇത് കഴിഞ്ഞോണ്ട് മേഡത്തിന് ഞങ്ങൾ നേരെ അങ്ങോട്ട് വിടുന്നതെന്ന് അറിയാമോ? കാർ റേസിംഗ് ഇല്ല, അങ്ങോട്ട് വിട്ടേക്കുവോ? ഉണ്ടോ? റേസിംഗ് ചാമ്പ്യൻ. അപ്പൊ മേഡത്തിന് അങ്ങോട്ട് ഞങ്ങൾ ഉണ്ടോ? നേരെ ഉണ്ടേ നമ്മൾ ഇവിടെ നിക്കരുത്, ഇത്തിരി അങ്ങോട്ട് മാറി നിക്കണം. വലത്തോട്ട്, കാരണം ഇടത്തെ സൈഡിൽ നിന്ന് വണ്ടിക്ക് കയറി പോകണ്ട. ഇതിലൂടെ വലത്തോട്ട് ഇങ്ങനെ മാറിയാ ഇവിടെ നിക്കട്ടെ. ഞാൻ ലീന പെരുമ്പാവൂരിന്നാണ് വരുന്നത്. എനിക്ക് സ്വന്തമായി കാറുണ്ട്. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ട് കുറെ വർഷങ്ങളായെങ്കിലും ലോക്കലൊക്കെ ഓടിക്കും. ടൗണിലേക്ക് കയറാനും ദൂരേക്ക് പോകാനും ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. ചെറിയ പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ റൈഹാറ്റ് സ്കൂളിൻ്റെ വീഡിയോ കാണുവാനിടയായത്. അപ്പോൾ പല വീഡിയോയും കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളുമായി ബന്ധപ്പെട്ടു. ഉടനെ എനിക്ക് ജനുവരി 5-ാം തീയതിയാണ് ഡേറ്റ് കിട്ടിയത്. 5-ാം തീയതി രാവിലെ തന്നെ ശംഭുവാശാനും സനീറും വീട്ടിൽ വന്നു. എൻ്റെ വണ്ടി എടുത്തു. ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. ചേർത്തല വരെയും വന്നു. പെരുമ്പാവൂര് നിന്ന് ചേർത്തല വരെയും വന്നു. അവിടെ വരെ ഞാനാണ് ഓടിച്ചത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വളരെ നാളായി ഞാൻ ആഗ്രഹിച്ചതാണ് ടൗണെല്ലാം ടച്ച് ചെയ്തൊന്ന് ഓടിക്കണമെന്ന്. ഇവരെല്ലാം പറഞ്ഞു തരും. വളരെ ഫ്രണ്ട്ലിയാണ്. നല്ല 2 കുട്ടികളാണ് ഇവർ രണ്ടുപേരും, ശംഭുവും സനീറും. താങ്ക്സ് ടു റൈഹാൻ സ്കൂൾ. എന്നും ഞാനത് എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കും. ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഓർക്കുന്നത് റൈഹാൻ സ്കൂളിനെ ആയിരിക്കും. താങ്ക് യു വെരി മച്ച്. പോട്ടെ ഒന്നും നോക്കണ്ട, അടിച്ച് കീറിയൊക്കെ പോവാ. 100-150 അല്ല, വേറെ ഒന്നുമില്ല നമുക്ക്. ടീച്ചറെ പോട്ടെ ടീച്ചറെ, ബാക്കി വരുന്നതിന് സൈഡൊന്നും കൊടുക്കണ്ട. നമ്മളൊക്കെ അടിച്ച് കയറി പോവുക. ഡ്രൈവറായി ഇനിയിപ്പോ ഒന്നും നോക്കണം. ആംബുലൻസ് ഓടാ ഓടാ ഓട്ടം കേട്ടോ. 30 വേഗം പോകാനാ പറഞ്ഞിരിക്കുന്നത്. 80 വേഗം പോകും മിനിമം. ക്യാമറ അടിച്ചവിടെ വരട്ടെ വീട്ടില്. ടീച്ചർ പെറ്റടിക്കുമ്പോ വരുമ്പോ ഓർക്കണം ബ്രേക്കിംഗ് കാലോശം. നമ്മളെ മറക്കരുതല്ലേ? ഞങ്ങളെ മറക്കരുത്. സൗണ്ട് ഒന്നുകൂടെ ഉണ്ടായിരിക്കും. എന്തിനാ ആംബുലൻസ് നമ്മളെ മറക്കാനാ ടീച്ചറെ. പോട്ടെ പോട്ടെ, ആംബുലൻസ് ആംബുലൻസ് പോട്ടെ പോട്ടെ, അടിച്ച് കയറി പോവാ അങ്ങോട്ട്. ഒന്നുമില്ല, ആ ബോർഡെല്ലാം അടിച്ച് കയറിപ്പിച്ചു. പോട്ടെ ചോദിച്ചാ പറയാ കണ്ടിട്ടില്ല. ഓട്ടക്കാരനെ മാറ്റട്ടെ, ഫ്രണ്ടിൽ ഓട്ടം. എന്റെ പൊന്നി ചേട്ടാ, എത്ര ഓണം അടിച്ചാലും ഞങ്ങൾ ഇത് കഴിയാതെ ചേട്ടനെ കയറ്റി കൊടുത്തില്ല.